നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുജിത് എൻ എസ്. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറായ ടാലിയെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വളരെ ലളിതമായ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറാണ് ടാലി. ഇതിൻ്റെ ഏറ്റവും പുതിയ വെർഷനാണ് ടാലി ERP9. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വേറെ ഏതെങ്കിലും ടാലി വെർഷനിൽ ചെയ്ത ഡാറ്റ നമ്മുടെ ടാലിയിൽ കൊണ്ടിട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ ഇൻകറക്റ്റ് വെർഷൻ എന്ന് കാണിക്കുന്നു. അതിൽ ഓക്കെ കൊടുക്കുമ്പോൾ ടാലി എക്സിറ്റ് ആയി പോകും. ഇങ്ങനെയുള്ള ഡാറ്റ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ടാലി ഓപ്പൺ ചെയ്യുക. തുടർന്ന് സെലക്ട് കമ്പനി കൊടുക്കുക. ഇതിൽ ആദ്യത്തെ ഡാറ്റയാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനായി എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇൻകറക്റ്റ് വെർഷൻ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ടാലി എക്സിറ്റ് ആയതായി കാണാം. ഇത് എങ്ങനെ ക്ലിയർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായി ടാലി വീണ്ടും ഓപ്പൺ ചെയ്യുക. അതിൽ Alt F1 എന്ന കീ പ്രസ് ചെയ്ത് കമ്പനി ഇൻഫോ എന്ന പേജിൽ വരിക. തുടർന്ന് Alt Ctrl R എന്ന കീ പ്രസ് ചെയ്യുക. തുടർന്ന് എററായിട്ടുള്ള ഡാറ്റ സെലക്ട് ചെയ്യുക. റീറൈറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ യെസ് കൊടുക്കുക. ബാക്കപ്പ് നോ കൊടുക്കുക. ഇപ്പോൾ റീറൈറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ സെലക്ട് കമ്പനി കൊടുക്കുക. ഡാറ്റ ചൂസ് ചെയ്യുക. എൻ്റർ കൊടുക്കുക. ഇപ്പോൾ ആ ഡാറ്റ വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു കമ്പനി ടാലിയിൽ റീറൈറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസ് നിങ്ങളുടെ ഫേസ്ബുക്കിൽ ലഭിക്കുവാൻ വേണ്ടി നിങ്ങളുടെ പ്രൊഫൈലിൽ ഗ്ലോബൽ കമ്പ്യൂട്ടർ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്നുള്ള വിൻഡോയിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് സീ ഫസ്റ്റ് എന്നതുകൂടി ടിക്ക് ചെയ്യുക. ഇനി മുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കൂടി ലഭ്യമാകുന്നതായിരിക്കും.